ബലാത്സംഗ കേസിൽ കഴിഞ്ഞ 15 ദിവസമായി ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് വോട്ട് ചെയ്യാനെത്തി. കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ വോട്ട് ചെയ്തത്. വൈകിട്ട് 5 മണിയോടെ MLA ബോർഡ് വെച്ച കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. സത്യം ജയിക്കുമെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും പ്രതികരിച്ച രാഹുൽ പീഡനക്കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പക്ഷേ മറുപടി പറഞ്ഞില്ല. വോട്ട് ചെയ്ത ശേഷം MLA ഓഫീസിലേക്കാണ് രാഹുൽ പോയത്. പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ CPM പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. നമുക്കെന്തായാലും സാജിദ് അശ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇന്ന് പാലക്കാട് നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലെ കാറിന്റെ പിന്നിൽ പോലും പോസ്റ്റർ ഒട്ടിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ ആരോപണങ്ങളോട്, വിവാദങ്ങളോട് ഒരു തരത്തിലുള്ള മറുപടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞില്ല. രാഹുലിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകിയതിനെ തുടർന്ന് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ 15 ദിവസത്തിന് ശേഷമാണ് ഇന്ന് പാലക്കാട് എത്തുന്നത്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് നേരെ പോളിംഗ് ബൂത്തിലേക്കാണ് വന്നത്. കുന്നത്തൂർമേട് പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യമായൊന്നും തന്നെ പ്രതികരിച്ചില്ല. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യമാണ്, എല്ലാ സ്ഥലത്ത് വെച്ചും പറഞ്ഞത് തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയാനുള്ളതും കോടതി കേൾക്കും എന്നതിന് ശേഷം കോടതി സത്യം തീരുമാനിക്കും എന്നുള്ളതാണ്. താൻ വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. പോളിംഗ് ബൂത്തിൽ ഈ മാധ്യമപ്രവർത്തകരെ ഈ റിപ്പോർട്ടിംഗ് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നത്. പിന്നീട് നേരെ മെഡിക്കൽ കോളേജിന് സമീപത്തെ മറ്റൊരു ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചു. ആ സമയത്തും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഈ തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ പറയും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് നേരെ MLA ഓഫീസിലേക്കാണ് വന്നത്. MLA ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചതിനെ കുറിച്ച് ചോദിച്ചു. അതിനെക്കുറിച്ച് ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞില്ല. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയും, തനിക്കെതിരെ പറയാനുള്ളതും പറയട്ടെ എന്ന ഒരു നിലപാട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് വയോധികനായ ഒരു വ്യക്തി ബൊക്ക കൊടുത്ത് സ്വീകരിച്ചിരുന്നു. കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രധാനപ്പെട്ട ഒരു നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ KSUവിന്റെ ജില്ലാ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പാലക്കാട്ട് MLA ആയതുകൊണ്ടാണ് താൻ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ യുവ നേതാവ് പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ദിവസം ഇവിടെ തുടരും എന്ന് തന്നെയാണ് അറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ എത്തിയ ഉടൻ തന്നെ ഫയലുകൾ, ഇത്രയും 15 ദിവസത്തെ MLA ഓഫീസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫയലുകൾ എടുക്കാൻ പറയുകയും അത് പരിശോധിക്കുകയും ചെയ്തു. MLA ഓഫീസിലെത്തിയ ചില ആളുകളുമായി ആശയവിനിമയം നടത്തുകയും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. എന്തായാലും 15-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. അന്നാണ് ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഉള്ളത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണമെന്നത്. അതിനുവേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ തിരുവനന്തപുരത്തെത്തി ഹാജരാകേണ്ടി വരും. മറ്റൊന്ന്, ഹൈക്കോടതിയിൽ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. അതിൽ നോട്ട് ടു അറസ്റ്റാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. അതിൽ മുൻകൂർ ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ പിന്നീട് രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനിയും ഒളിവ് ജീവിതത്തിലേക്ക് തന്നെ രാഹുൽ പോകുമോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും പാലക്കാട് കുറച്ച് ദിവസം ഉണ്ടാകും. MLA ഓഫീസിൽ സജീവമാകും, ആളുകളെ കാണും എന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത്.